ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. കെ.ടി. മാനുമുസല്യാർ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പ്രമുഖ മാപ്പിളപ്പാട്ട് രചയിതാവും കവിയുമായ O.M. കരുവാരകുണ്ട് ഉദ്ഘാടനം ചെയ്തു. കവി നൗഷാദ് പൂഞ്ച രചിച്ച പര്യായമാല എന്ന പുസ്തകം ദാറുന്നജാത്ത് OUP സ്കൂൾ വിദ്യാർത്ഥിനി അവന്തികയ്ക്ക് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനയുടെ പ്രസക്തിയും തൻ്റെ ആദ്യകാല വായനാനുഭവങ്ങളും പങ്കുവച്ച ഉദ്ഘാടകൻ സാംസ്കാരിക നിലയം കൂടുതൽ സജീവമാകേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. ഇതിനായി പ്രത്യേക താൽപ്പര്യമെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ നൌഷാദ് അലി കുരുക്കൾ ഏവർക്കും വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പ്രമുഖ കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി വായനയുടെ അനുഭൂതികൾ എന്ന വിഷയം അവതരിപ്പിച്ചു. വായന മനുഷ്യ മനസ്സിന് അവാച്യമായ അനുഭൂതികൾ നൽകുമെന്നും മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുമെന്നും ചിന്താശേഷിയും സാംസ്കാരിക ഉന്നമനവും വായനയിലൂടെ കൈവരിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുവാരകുണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി തയ്യാറാക്കിയ നാട് നടന്ന വഴികൾ എന്ന പ്രാദേശിക ചരിത്ര പുസ്തകം സാംസ്കാരിക നിലയത്തിലേക്ക് കൈമാറിയത് ചടങ്ങിന് മാറ്റുകൂട്ടി. ലൈബ്രറിയിലേക്കുള്ള കോപ്പി യൂത്ത് ലീഗ് സെക്രട്ടറി ആദിൽ ജഹാനിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ ഖാലിദ് റഹ്മാൻ മാങ്കാവിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ്, വികസന സ്ഥിരസമിതി അധ്യക്ഷൻ V. ഷബീർ അലി, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ P. ഷൗക്കത്ത് അലി, M. ഹുസൻ, C. അബ്ദുൾ റഷീദ്, ലൈബ്രറിയൻ C. അബ്ദുൾ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. IT. അബ്ദുള്ള, ബഷീർ ഹാജി, വാർഡ് മെമ്പർമാരായ റഷീദ് പട്ട, സലാം മാട്ടുമ്മൽ, സോണി ജോഷി, സുലൈഖ മേലെടുത്ത്, മുംതാസ് NK തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ ദിനം വായനാ ദിനമാണ്. വായന എന്ന് പറയുമ്പോൾ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വായിച്ചാലേ വളരുള്ളൂ. മനുഷ്യന്റെ വളർച്ചയ്ക്ക് വായന വളരെ പ്രാധാന്യമാണ്. മതങ്ങളും മത സംവിധാനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും ഒക്കെ അതാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വായനയിലൂടെ നിങ്ങൾ ആരംഭിക്കണം, ദൈവനാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദഗ്രന്ഥങ്ങളും ഒക്കെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ അഹ്വാമുണ്ട്, കവിത രചിക്കുന്ന ആളാണ് അവർ. അതുപോലെ നമുക്ക് ചെറുകിട രചനകളും ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ നാട് തന്നെ സാംസ്കാരികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ വായന എന്നുള്ളത് മനുഷ്യന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥിനികളായ കുട്ടികളുണ്ട്. പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ. കരുവാരക്കുണ്ടിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിമണ്ട്, തലശ്ശേരി അന്യോന്യ മൗലവി ലൈബ്രറി ഉണ്ട്. ഇനിയും ഒരുപാട് ലൈബ്രറികൾ ഇപ്പൊ നാട്ടിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ പീപ്പിൾസ് ലൈബ്രറി കിഴക്കൻ തലയിൽ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരുണ്ടാക്കുന്നതല്ല, അതിന്റെ ആ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം എന്ന നിലയിൽ നമ്മൾ അതിൽ ഇന്നത്തെ കാലത്ത് അത് വളരെ അത്യാവശ്യം. വായനയുടെ ആ സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചറിഞ്ഞവര് പിന്നെ ഓരോ സംഗതി നമ്മൾ വായിച്ച് പിന്നെ എഴുത്തുകാരാണ് നമ്മളെ അതിലേക്ക് മുന്നിട്ടിറങ്ങാനും അതിലൂടെ സഞ്ചരിക്കാനും സകലം മറക്കാനും ഒക്കെ പിന്നെ എഴുത്തുകാരാണ്. അത് എഴുത്തുകാരുടെ ഇതാണ്. ഇപ്പൊ ഞാനിങ്ങനെ കാണുന്ന ഒരു സംഗതി വെച്ചാല് ഇപ്പോ വായനക്കാരിലും കൂടുതൽ എഴുത്തുകാരാണ്. ഏറ്റവും എഴുത്തുകാരെല്ലായിടത്തും ഉണ്ട്. അത് മാത്രമല്ല, എഴുത്ത് പ്രസിദ്ധീകരിച്ച് കാണുന്നുള്ള ആഗ്രഹക്കാര് അതിനുവേണ്ടി കാശ് മുടക്കുന്ന അത് നല്ല കാര്യമാണ്, മോശം കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രവണത ആ എഴുത്തുകാരുണ്ടാവുന്നതിനനുസരിച്ച് വായനക്കാരുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും ഒരു പഴയ കാലം, വലിയൊരു കാലം ഉണ്ടായിരുന്നു. നമ്മള് KC നാരായണനൊക്കെ ഇത് അക്ഷരം പ്രതി അവർക്ക് സാധനം അക്ഷരം പ്രതി പിന്നെ ഇത് ഓരോ പദങ്ങള് അദ്ദേഹം ചില പദങ്ങളെ എടുത്തിട്ട് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പദങ്ങളെ അതിന്റെ ഉത്ഭവം എടുത്തിട്ട് പറഞ്ഞു. ഉറൂബ് ഒരിക്കലും ബഷീറിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ സാക്ഷാ വൈക്കം ബഷീറിന്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക്
നിങ്ങളൊരു എഴുത്തുകാരനാണല്ലോ, പക്ഷെ എനിക്ക് മലയാളത്തിലെ എല്ലാ അക്ഷരവും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആരൊക്കെ പറയുന്നുണ്ട്. ബഷീറിനോട് ചോദിക്കുകയായിരുന്നു മലയാളത്തിലെ എല്ലാ അക്ഷരവും എനിക്ക് അറിയില്ല. അപ്പോ ബഷീർ പറഞ്ഞു മറുപടി, അത് ശരിയാണ്, എനിക്ക് മലയാളത്തിലെ എല്ലാ അക്ഷരവും അറിയില്ല. മറ്റയാൾ പറഞ്ഞു അരൂപ്, അല്ല 100 കണക്കിന് ഇത് അറിയുന്ന ആളുകൾ നമ്മളെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ. ഈ മലയാളത്തിലെ എല്ലാ അക്ഷരവും അറിയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കൂടെ 100 കണക്കിനുണ്ടല്ലോ. അപ്പൊ ബഷീർ അതിന് പ്രതികരിച്ച എങ്ങനെയെന്ന് ചോദിച്ചാല്, ആ 100 കണക്കിന് ആളുകളില്ലെങ്കിൽ ഒരാളും ബാല്യകാല സംഖ്യ എഴുതിയിട്ടില്ല. ബഷീറിന്റെ മറുപടി. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവരുടെ ബഷീർ അടക്കമുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ അതൊക്കെ ചന്ദ്രിക വീക്കിലിയില് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ വന്നപ്പോ ഒരു കാലഘട്ടത്തിൽ എനിക്കൊക്കെ ചെറുപ്പമല്ല, ഞാൻ മാഷൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ചില്ലറ ചെറുപ്പമല്ലല്ലോ. അപ്പൊ മാഷൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ബഷീറിന്റെ ഓർമ്മയുടെ അറകളൊക്കെ ചന്ദ്രയിലൊക്കെ വന്ന കാലഘട്ടത്തിൽ കൊണ്ടാടപ്പെടുകയായിരുന്നു. അതൊക്കെ വായിച്ച് എന്റെ വായന, എനിക്ക് പാട്ടെഴുതാനും ഒക്കെ കിട്ടിയ അറിവുകൾ ഈ വായനയിൽ നിന്നാകും. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുസ്തകം കാർന്നിരുന്ന ഒരാളായിരുന്നു. ഇപ്പോ വളരെ കുറച്ചു കുറഞ്ഞു പോയി. പുസ്തകം കാർന്നിരുന്ന ഒരാളായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അഭിമാനമായതുകൊണ്ട് പറയണ്ട, ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഞാൻ വരെ കൊണ്ടുവരുന്നത്. അപ്പം കൊണ്ടുപോകുമ്പോൾ പൊതിഞ്ഞു വരുന്ന മത്തി, ഉണക്കമത്തി പൊതിഞ്ഞു തന്ന പേപ്പറാണെങ്കിൽ ആ പേപ്പർ വീരവിടെ ഇട്ടിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഞാൻ വായിക്കുന്ന അങ്ങനെ ശീലമായിരുന്നു. ഈ വായനയ്ക്ക് കിട്ടുന്ന അനുഭൂതി മറ്റൊന്നിനും കിട്ടില്ല എന്നുള്ളത് ഒരു ചെറിയ സംഗതി പറഞ്ഞാൽ, നമ്മള് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏകാന്തതയിലാണ് വായിക്കുന്നത്. ഏകാഗ്രത കിട്ടും. അതായത് മറ്റ് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല വായിക്കുമ്പോൾ. അതേസമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പല ജോലികൾ ചെയ്തുകൊണ്ട് അതും ചെയ്യാം. പക്ഷെ വായിക്കുന്ന സമയത്ത് 100% അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏകാഗ്രത കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമായി. അത് ആദ്യത്തെ 10 മിനിറ്റേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പേജുകൾ അങ്ങനെ പോകും, ഓർമ്മയുണ്ടാവില്ല. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അയാൾ പുസ്തകം ചോദിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി വായിച്ച് മടക്കി തരും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോ ഞാൻ ഇതും വേണമെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നീ കഴിഞ്ഞ തവണ നീ കൊണ്ടുപോയത് ഓന് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള വായനയ്ക്ക് വായന എന്നല്ല പറയാം, അത് നമ്മൾ പറയില്ലേ അങ്ങനെ തീർക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വായന വളരെ അനുഭൂതിദായകമാക്കുക. ആത്മാവിന് പ്രകാശം ചൊരിയുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. അപ്പോഴാണ് നമുക്കും നമ്മുടെ മനസ്സിനും ഒരു ഓജസ്സും തേജസ്സും ഉണ്ടാവുള്ളൂ. അപ്പൊ വായന അന്യം നിന്ന് പോകുക എന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പൊ ഇവിടെ നല്ല ഞാൻ ഇപ്പോ ഇന്ന് രാവിലെ ഞാനൊരു വായനാ ദിനത്തിൽ പോയിരുന്നു. ഇതിന് മുമ്പൊക്കെ നമ്മുടെയൊക്കെ വായനശാലകളിൽ വരുന്നത്, പങ്കെടുക്കുന്നത്, വായനയെ കുറിച്ച് പറയുന്നത്, കേൾക്കുന്നത് ഒക്കെ നമ്മുടെ ഏജിലുള്ള ആളുകളാണ്. യുവാക്കൾ കുറവാണ്. എവിടെ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ കൗമാരങ്ങൾ? ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭയിലൂടെയാണ് നമ്മൾ വായിച്ചു വളർന്നു വന്നത്. ആ കാലഘട്ടത്തിലുള്ള കുട്ടികളൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം അപ്പൊ അതിന് ഉത്തരണ്ട് അവർ വായിക്കുന്നില്ല എന്നല്ല, അവര് ഡിജിറ്റൽ ലോകത്താണ്, വായിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവരെ കുറ്റം പറയാനാവില്ല. അവര് നമ്മളെക്കാൾ കൂടുതൽ ജ്ഞാനമുള്ളവരാണ്. പഴയ കാലത്ത് പ്രായമുള്ള ആളുകൾക്കാണ് ജ്ഞാനം എന്ന് വിചാരിച്ച് ബഹുമാനം, ആദരവും ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പോ അവരുടെ വിരൽത്തുമ്പിലുണ്ട് ജ്ഞാനം. അവരുടെ അധ്യാപകനും അവരുടെ കയ്യിലാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് മാഷന്മാർ അല്ലേ, അധ്യാപകർക്ക് ഭയങ്കര ബഹുമാനം കാര്യങ്ങൾ. അന്ന് ഇന്നത്തെ അധ്യാപകര് സുഹൃത്തുക്കളാണ്. അധ്യാപകനും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെയുള്ള വിവരമാണ്. പാഠപുസ്തകം പഠിപ്പിക്കുന്നില്ലല്ലേ ഞാൻ പറയുന്നത്, പൊതുവായുള്ള ധാരണ. ഇന്ന് നമ്മൾ വായന ദിനം ആചരിക്കുമ്പോൾ നമുക്കറിയാം, വായിക്കാൻ നമുക്ക് എന്തുമാത്രം പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഇവിടെ ലൈബ്രറി ഉണ്ട്, പിന്നെ തരിശിലുണ്ട്. ഈ അടുത്ത കാലത്ത് ബാലവൈദ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട് തരിശിൽ. അവിടെ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ എടുത്ത് ഞാൻ തുരുമ്പോട് ആ ഭാഗത്തുള്ള ബാലവൈദ്യ പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അവർക്ക് പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ അവസരങ്ങൾ എന്തുമാത്രം ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോ ഇദ്ദേഹം പറഞ്ഞതുപോലെ മത്തിയുടെ പേപ്പറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ശർക്കരയും പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ പൊതിഞ്ഞു കൊണ്ടുവന്ന്, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന കഷ്ട പേപ്പറുകളുണ്ടായിരുന്നു.
ആ പേപ്പർ അന്ന് ഞങ്ങൾക്ക് ന്യൂസ് പേപ്പറില്ല, ആഴ്ചയിൽ മാതൃഭൂമിയുടെ ഒരു ആഴ്ച പതിപ്പ് മാത്രമേ എന്റെ വീട്ടിൽ കിട്ടിയിരുന്നുള്ളൂ. ഈ പേപ്പർ കഷ്ണം ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വായിക്കുമായിരുന്നു. ഇതേപോലെ സാംസ്കാരിക നിലയിലും പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലൊക്കെ ഇവിടെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായുള്ള കെട്ടിടമാണ് പുന്നക്കാട് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഷൗക്കസായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നത്. പക്ഷെ അന്ന് അതേപോലെ നിൽക്കുന്ന യാതൊരു കേടുപാടും പറ്റാതെ വാതിലൊന്നും തുറക്കാത്ത രീതിയിൽ തന്നെ ഈ സ്ഥാപനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് മാറ്റം വരുത്തണം. മാറ്റം വന്ന് ഒരു 50 പേരെങ്കിലും ദിവസം ഇവിടെ വന്ന് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണസമിതി ഉറപ്പു തരുന്നു, എയർ കണ്ടീഷൻ അടക്കം സ്ഥാപിച്ചുകൊണ്ട് മനോഹരമാക്കുന്ന ഒരു സാധനത്തിലേക്ക് ഈ സാംസ്കാരിക നിലയത്തെ മാറ്റുവാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ബഹുമാനായ KT ഉസ്താദ് സ്മാരക സാംസ്കാരിക നിലയത്തിൽ ഈ വായനാ ദിനാചരണത്തോട് അനുബന്ധിച്ച് ഇതുപോലുള്ള ഒരു സദസ്സ് സംഘടിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതിക്ക് ആദ്യമായി അഭിനന്ദനം അർപ്പിക്കാം. കാരണം വായന എന്നത് അറിവ് നേടുക, അറിവിന്റെ വെള്ളി വെളിച്ചം വീശുക എന്നുള്ളത്. ആ വെള്ളി വെളിച്ചം വീശുന്നതിനുണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പ്രധാന ഘടകമാണ്. വായനശാലകളായാലും ലൈബ്രറികളായാലും എല്ലാം, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഏറെ ഗുണകരമാകുന്ന ഒരു സംഭവമാണ് വായന എന്നതിന്. നമ്മൾ ഒരുപാട് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇങ്ങനെ പരിപാടി നടത്തിയതിന്റെ അറിവില്ല. അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ അറിവില്ല ഇത് നടത്തിയില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഇന്നിപ്പോ 3 മണിക്ക് വായനശാല പരിപാടി ഉണ്ട്, അത് 4:00 ഉണ്ട്, എനിക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ മെസ്സേജ് അതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചത്, ഞാൻ നിൽക്കുക പോകാന്ന് പറയുമ്പോൾ വിളിച്ചത്. അത് 5 മണിക്ക് ലൈബ്രറി കോഴ്സിന്റെ ആളുകളെ വിളിക്കണം തരിശിലാണ്. അങ്ങനെ പരിപാടി ഞാൻ പറഞ്ഞ തിരക്കിട്ട് വന്നതും ഈ ഇങ്ങനെ പഞ്ചായത്തിന് പരിപാടി നടത്താൻ കാണിച്ചതിന്റെ ആ ആത്മാർത്ഥം അതുകൊണ്ടാണ് വന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ഈ സാംസ്കാരിക നിലയം ഇവിടെ OM കരുവാരകുണ്ട് പറഞ്ഞ വായനയുടെ പ്രാധാന്യവും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയോ മുമ്പ് KK സാഹിബ് പഞ്ചായത്ത് ബോർഡ് മെമ്പറായ സമയത്ത് മുസ്തഫ കുരുക്കരുടെ പേരിൽ ഋഷിരാജന്റെ പിതാവിന്റെ പേരിലൂടെ ഒരു സാംസ്കാരിക നിലയം നിലവിലുണ്ടായിരുന്നു, ഒരു വായനശാല ഉണ്ടായിരുന്നു. അത് പിന്നീട് ഡാമേജ് ആയപ്പോൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞ ബോർഡ്, ഈ ബോർഡിന്റെ തൊട്ട് മുമ്പത്തെ ബോർഡാണ് ഈ ഒരു പരുവത്തിൽ വംശയുടെ പേര് ജില്ലാ പഞ്ചായത്തിന്റെ കെട്ടിടവും പഞ്ചായത്തിന്റെ ഈ സമിതിയോട് നിർമ്മിച്ചത്. ഇപ്പൊ അത് ഒരു 5 വർഷം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് പോലും ഒരു പരിഗണന കൊടുത്ത് ഒരു മണ്ഡകാര്യം കൊടുത്തത് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ സംഘാടനം നടത്താനോ ഒന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു സംഘടന. ഈ ബോർഡ് ഇപ്പോഴത്തെ ഭരണസമിതി ഇവിടെ ഒരു പരിപാടി വെക്കാൻ മുന്നോട്ട് വന്നതിൽ പ്രത്യേകം പഞ്ചായത്ത് ഭരണസമിതിയെയും അതിൻ്റെ ആളുകളെയും അഭിനന്ദിക്കണം. വായനാ ദിനത്തിന്റെ മഹത്വം ഞാൻ പറയേണ്ടതില്ല, നമ്മളൊക്കെ വായനയുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷേ ഇത്ര വലിയൊരു സൗകര്യം നമുക്കുണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടത്. ഇവിടുത്തെ പ്രാദേശികമായി ഉള്ള എഴുത്തുകാരും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും ഒരുമിച്ചും കൂടി ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ പിന്തുണ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദിനാചരണങ്ങൾ, എല്ലാ ദിനാചരണങ്ങളും ഗ്രാമപഞ്ചായത്ത് നടത്തുകയാണെങ്കിൽ അതിന് ഈ സാംസ്കാരിക കേന്ദ്രം തിരഞ്ഞെടുക്കുകയും കരുവാരകുണ്ടിലെ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു പുതിയ പുത്തനുണ്ടാകുന്ന തരത്തിലുള്ള പരിപാടി പൈറ്റീനെ പോലുള്ള ആളുകളൊക്കെ ഫ്രീ ആണ്. വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രമുഖ വ്യക്തിയോട് ചോദിച്ചു ഒരാണ്, വാട്ട് ഈസ് യുവർ ഇന്റൻസ് ലോങ്ങിങ് എന്ന് ചോദിച്ചു. നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം എന്താണ്? ഒരൊറ്റ മറുപടി പറഞ്ഞത്, മൈ ഇന്റൻസ് ലോങ്ങിങ് ഈസ് ടു ലേൺ ടു റീഡ് എന്നാണ് പറഞ്ഞത്. വായന പഠിക്കുക മാത്രമാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വായന പഠിക്കലാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് അയാൾ ഒരു പ്രതിജ്ഞ എടുത്തു. നമ്മുടെ നൗഷാദ് കുരുക്കൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എടുത്ത പ്രതിജ്ഞ ഓർമ്മ എടുക്കുക. അയാളെടുത്ത പ്രതിജ്ഞ എന്താണ് പറയുക? അയാൾ കൈയൊന്നും പിടിക്കാതെ ഒറ്റക്കൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അയാളെടുത്ത പ്രതിജ്ഞ എന്താണ്? If I accomplish nothing else in my life, I would in some way get enough education to enable me to read common books and newspapers. ഒന്നും ഞാൻ നേടിയിട്ടില്ലെങ്കിലും പൊതുവായി കാണപ്പെടുന്ന ബുക്കുകളും വർത്തമാന പത്രങ്ങളും വായിക്കാൻ ആവശ്യ വിവരമെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും നേടും എന്ന് പ്രതിജ്ഞ